അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. അതെ, നീണ്ട 34 വർഷങ്ങൾ വിക്കനായി ജീവിച്ച ഫ്രാൻസിസ് ജോസഫിനെ ദൈവത്തിന്റെ പ്രവൃത്തി പ്രകടമാകേണ്ട ദിവസമായിരുന്നു 2016 മെയ് 26. 142 മണിക്കൂർ 22 മിനിറ്റ് 17 സെക്കൻഡ് തുടർച്ചയായി ക്ലാസ് എടുത്ത് വേൾഡ് മാരത്തൺ ലെക്ചറർ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ അദ്ദേഹം ചരിത്രത്തിലേക്ക് നടന്നുകയറി. ജന്മനാ ഒരു വിക്കനാണ് ഞാൻ എന്ന് വിചാരിച്ച് 38 വർഷക്കാലം കഴിഞ്ഞുപോയി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വിക്കൽ എൻ്റെ തൊണ്ടയിലാണ്, വായിലാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വാസ്തവത്തിൽ 38 കൊല്ലങ്ങൾക്ക് ശേഷം ഈശോ സൗഖ്യം തന്നേ പിന്നെയാണ് എനിക്ക് തോന്നിയത് വിക്കൽ വായിലല്ല, എൻ്റെ തലയ്ക്കകത്തായിരുന്നു എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട്, ഇതുകൊണ്ടോ ഒട്ടും വിക്കലില്ലാതെ സംസാരിക്കുന്ന ഫ്രാൻസിസ്. ഞാൻ ആദ്യകാലങ്ങളിൽ എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒത്തിരി അവസരങ്ങളുണ്ട്. ഒരു ട്രെയിൻ യാത്രയിൽ ഒരു സ്ത്രീയിൽ നിന്ന് തല്ലുകൊള്ളാൻ പോയതാണ് വിക്കൽ കാരണം എവിടെ ഇറങ്ങും എന്ന് ആ സ്ത്രീയോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട്. അവരുടെ അടുത്തേക്ക് ചെല്ലും, പുറകോട്ട് വരും. ഇങ്ങനെ 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി തനിക്ക് എന്താ വേണ്ടേ എന്ന് ചോദിച്ച ഒരവസ്ഥ. എന്നെ തന്നെ ചെറുതാക്കുന്ന ഒരു ബലഹീനത വിക്കൽ എനിക്കുണ്ടാക്കി. കാരണം എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നീണ്ട 38 വർഷക്കാലം തമ്പുരാനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, പലതരം ചികിത്സകൾ ഞാൻ തേടി. ഹോമിയോ ചികിത്സ, ഒപ്പം തന്നെ കൽക്കട്ട സ്റ്റാമറിംഗ് ക്യൂർ സെൻ്ററിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയി. അവിടെ ഒന്നും എനിക്ക് സൗഖ്യം കിട്ടിയില്ല. ഇതുകൊണ്ടോ ഒട്ടും വിക്കലില്ലാതെ സംസാരിക്കുന്ന ഫ്രാൻസിസിനെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് ലെക്ചറർ ഫീൽഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് തൻ്റെ വിക്ക് ജീവിതത്തെ തന്നെ പരാജയപ്പെടുത്തുന്ന ഏറ്റവും വലിയ വില്ലനായി മുൻപിൽ നിന്നത്. പക്ഷേ പൂർണ്ണ ദൈവാശ്രയ ബോധ്യത്തോടെ വളർന്ന ഫ്രാൻസിസിനെ ഏത് പ്രതിസന്ധിയിലും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു കോളേജിൽ എനിക്ക് പഠിപ്പിക്കാൻ അവസരം കിട്ടി. അത് ട്രയൽ ക്ലാസ്സിലൂടെ ആയിരുന്നു. പക്ഷേ ട്രയൽ ക്ലാസ്സിന് ആദ്യ പ്രാവശ്യം ചെന്നപ്പോൾ എന്നെ അവർ വിക്കൽ കാരണം സെലക്ട് ചെയ്തില്ല. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എനിക്ക് വിക്കലുള്ളതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല, ഇത് എനിക്ക് പറഞ്ഞ ജോലിയല്ല എന്ന് ഞാൻ ഷെയർ ചെയ്തു. രണ്ടാമതും ഇൻ്റർവ്യൂവിന് വിളിച്ച അതിൻ്റെ തലേ ദിവസം ഞാനും ഭാര്യയായിട്ട് ഒന്ന് പിണങ്ങി മാറിക്കിടക്കേണ്ടി വന്നു. കാരണം എനിക്ക് വിക്കലുള്ളതുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ലടി എന്ന് ഞാൻ അവളോട് റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഇല്ല, ചേട്ടന് ഈ ജോലി കിട്ടും, ട്രൈ ചെയ്യ്, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് മാതാവിനോട് അടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്ന് മുട്ടിപ്പായിട്ട് ഓ നിത്യസഹായ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ ട്രയൽ ക്ലാസ്സിന് വീണ്ടും അവർ എന്നെ ക്ഷണിക്കുകയാണ്. കാരണം എനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ പറയാൻ ഒരാളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്നെ സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഭാര്യയുടെ മറ്റേ പറച്ചിലനുസരിച്ച് വീണ്ടും ഒരു ട്രയൽ ക്ലാസ്സിൽ ചെന്നപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ച് പുച്ഛിക്കുന്ന വിദ്യാർത്ഥികളെ കാണാനിടയായപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമായി. എൻ്റെ ബലഹീനത നോക്കി എന്നെ കളിയാക്കുന്ന വിദ്യാർത്ഥികൾ. ഞാൻ കുറച്ചുകൂടി പ്രഷറൈസ് ചെയ്ത് സെക്കൻഡ് ടൈം എടുത്ത ആ ട്രയൽ ക്ലാസ് ഒട്ടും വിൽക്കാതെ എനിക്കെടുക്കാൻ സാധിച്ചു. മിക്കവാറും അതായിരിക്കണം എന്നെ തമ്പുരാൻ തൊട്ട് സൗഖ്യം തന്ന സമയം. അങ്ങനെ അവിടെ നിന്ന് നീണ്ട 8 വർഷക്കാലം പല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇൻവൈറ്റഡ് ലെക്ചറായിട്ട്, പല യൂണിവേഴ്സിറ്റികളിൽ ഇൻവൈറ്റഡ് ലെക്ചറായിട്ട് പോകാൻ ഭാഗ്യം കിട്ടി. വിക്കൽ മാറിയ അവസ്ഥയിൽ തന്നെ ആ കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ 4 പ്രാവശ്യം എക്സലൻറ്റ് പ്രൊഫസർ അവാർഡ് എനിക്ക് കിട്ടി. അങ്ങനെ ഒരു ട്രെയിൻ യാത്രയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെ, ഗ്രാഫിക് ഏരിയ യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് വിദ്യാർത്ഥികളെ കാണാനിടയായി. സാറ് ഇന്നലെ 6.5 മണിക്കൂർ ക്ലാസ് എടുത്ത് വരികയാണല്ലോ എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടു. സാറിന് ഒരു മാരത്തോൺ ലെക്ചറിന് ഒരുങ്ങി കൂടെ എന്ന് എന്നോട് ചോദിച്ചു.
മാരത്തോൺ ലെക്ചറിനെ കുറിച്ച് ഞാൻ അതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. രാത്രി കിടന്നുറങ്ങി ഒരു സ്വപ്നത്തിലൂടെ വീണ്ടും ഈശോ എന്നോട് പറയുന്നതായി തോന്നിച്ചു, നിനക്കിത് സാധിക്കും. ഞാൻ ഉടൻ തന്നെ ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചു. ഉണ്ട്, അന്ന് ഉണ്ടായിരുന്ന റെക്കോർഡ് ഇറോൾ മുസവാസി എന്ന് പറഞ്ഞ് പോളണ്ടിലെ യഗിലോണിയൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത ഡെമോക്രസിയെക്കുറിച്ച് കൊടുത്ത ഒരു ലെക്ചർ, 121 മണിക്കൂറും 6 മിനിറ്റും 12 സെക്കൻഡ് കൊടുത്ത ലെക്ചർ ഇന്ത്യയിലെ അരവിന്ദ് മിശ്ര എന്ന് പറഞ്ഞ ഒരു വ്യക്തി ക്രാക്ക് ചെയ്തു. അത് 139 മണിക്കൂറും 42 മിനിറ്റും 56 സെക്കൻഡ് ഉണ്ടായ ലെക്ചറായിരുന്നു സയൻറ്റിഫിക് കമ്പ്യൂട്ടേഷനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെയ്യണമെന്ന് തീരുമാനമെടുത്ത് ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ചെയ്തപ്പോൾ വീണ്ടും ഗിന്നസ് കമ്മിറ്റിയുടെ സൈറ്റിൽ ചെല്ലാൻ സാധിച്ചു. അവിടെ വെച്ച് അവരുടെ നിയമങ്ങൾ പഠിക്കാൻ സാധിച്ചപ്പോൾ ഉറക്കം ത്യാഗം ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, ഉറക്കം ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധമല്ല, വേണമെങ്കിൽ വെള്ളിയാഴ്ച ഇപ്പോൾ നോക്കുന്ന പോലെ ഉപവാസം ഞാൻ തുടർന്നേക്കാമെന്ന് തമ്പുരാനോട് പറഞ്ഞു. പക്ഷേ സത്യം ഉണ്ടായത് ആ ആഴ്ച ഇങ്ങനെ ഇത് വേണ്ട എന്ന് തീരുമാനമെടുത്ത ആ ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ട്, വീട്ടിലും അയൽവക്കത്തും വ്യക്തിബന്ധങ്ങളിലും ജോലി സ്ഥലത്തെല്ലാം ഭയങ്കര പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അപ്പോൾ തന്നെ എനിക്ക് തോന്നിച്ചു ഇത് തമ്പുരാൻ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് തോന്നിച്ചു. ആ അവസരത്തിൽ തന്നെ ആ ആഴ്ച തന്നെ ബൈബിൾ വചനം ഒരെണ്ണം എന്നെ സ്പർശിക്കാനിടയായി. സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 താലന്ത് കിട്ടിയവൻ 10,000 ആക്കി, 2000 കിട്ടിയവൻ 4000 ആക്കി, 1000 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. അവന് ശിക്ഷയുണ്ട്, അവന് ജയിൽ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തർക്കും തമ്പുരാൻ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്, ഒരു കൃപ തന്നിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഈ തമ്പ് ഇംപ്രഷൻ തന്നെ ലോകത്തുള്ള 700 ചില്ലാൻ കോടി വ്യക്തികൾക്ക് ഈ തമ്പ് ഇംപ്രഷൻ വ്യത്യസ്തമാണ്. മാത്രമല്ല നമുക്ക് 2 തന്നിട്ടുണ്ട്, DNA, നമ്മുടെ കണ്ണിലെ ഐറിസ്, ഇങ്ങനെ പല ഗിഫ്റ്റുകളും തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ കർത്താവ് ഗിഫ്റ്റ് തന്നതിൻ്റെ ഇത് എന്തുകൊണ്ട് ഗിഫ്റ്റ് എന്ന് പറയുന്നു? കാരണം ഇത് ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും ബാങ്കിലായിട്ടും ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇത് സെക്യൂരിറ്റി ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അത് ഗിഫ്റ്റ് ആയതുകൊണ്ടല്ലേ, എനിക്ക് തമ്പുരാൻ തന്ന ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ടല്ലേ ഞാനത് സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈശോയ്ക്ക് ഞാൻ എന്ത് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അന്ന് തന്ന ഇത് ഈശോയുടെ ഇൻവിറ്റേഷൻ ഇതായിരുന്നു, നിന്റെ വിക്കൽ സൗഖ്യം കിട്ടിയത് തമ്പുരാൻ തന്ന ഈ സൗഖ്യം നീ ലോകത്തോട് പറയേണ്ട ഒരു ഭാഗം കർത്താവ് എന്നെ ചുമതലപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിച്ചു. അങ്ങനെ ഞാൻ പല കോളേജുകളിലും ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഹോളി ഗ്രേസ് അക്കാഡമി എനിക്ക് എല്ലാതരം സൗകര്യം തരാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് 2 ട്രയൽ ലെക്ചേഴ്സ് 48 മണിക്കൂറും 88 മണിക്കൂറും ട്രയൽ ലെക്ചേഴ്സ് ഇവിടെ തന്നെ വെച്ച് ഈ ഹോളി ഗ്രേസിൻ്റെ ക്യാമ്പസിൽ തന്നെ വെച്ച് ഞാൻ സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഫൈനൽ മറ്റേ ലെക്ചറിന് ഒരുങ്ങാം. ഗിന്നസ് റെക്കോർഡ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം അവർക്കും എനിക്കും ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വേണ്ടി സാക്ഷികളെ ഒരുക്കി ഗിന്നസ് കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങിച്ചു. വളരെ വിജയപ്രദമായിട്ട് ഇത് ഈ കഴിഞ്ഞ മെയ് 26 തൊട്ട് ജൂൺ 1 വരെയുള്ള സമയം പൂർത്തിയാക്കാൻ സാധിച്ചു. ഗിന്നസ് റെക്കോർഡിനായുള്ള പരിശ്രമത്തിൽ നിന്നും അനേകർ പിന്തള്ളിയപ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള ഹോളി ഗ്രേസ് അക്കാദമിയാണ് അദ്ദേഹത്തിന് അഭയം നൽകിയത്. ഞങ്ങൾ 18 പേരോട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഹോളി ഗ്രേസ് അക്കാഡമി ഓഫ് CBSE സ്കൂൾ. 2000 മണ്ണിലാണ് തുടങ്ങിയത്. അതിനുശേഷം 2005 MBA കോളേജ് തുടങ്ങുകയും 2010 എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾ ഈ 3 സ്ഥാപനങ്ങളിലും ഞങ്ങൾ മാതാവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം മാതാവാണ്. മാതാവിനോട് ചോദിക്കാതെ ഞങ്ങളൊരു ഒന്നും ചെയ്യാറില്ല. ഈ ഫ്രാൻസിസ് ഈ ഗിന്നസിന് വേണ്ടിയുള്ള മാരത്തോൺ ലെക്ചറിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചപ്പോൾ ബാക്കി എല്ലായിടത്തും ഫ്രാൻസിനെ തടയുകയും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനം കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ താമസിച്ച് അതിന് എന്ത് വേണമെങ്കിലും അതൊക്കെ ചെയ്തു കൊടുത്ത് ഫ്രാൻസിസിനെ ഗിന്നസ് റെക്കോർഡിലേക്ക് നയിക്കാൻ സാധിച്ചത് ഈ മാതാവിൻ്റെ ഒരു ഇടപെടലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാര്യയാണ് കല്യാണം കഴിഞ്ഞ ആ നാൾ മുതൽ തന്നെ ഭാര്യ എന്നെ പഠിപ്പിച്ചു. എത്ര ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥനയും നിത്യസഹായ മാതാവിൻ്റെ പ്രാർത്ഥന, ഏത് പ്രതിസന്ധി ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും ഈ പ്രാർത്ഥന ചൊല്ലിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്രീ ആയിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളിൽ നിന്ന് ഒരു ഫ്രീഡം കിട്ടാൻ സാധിച്ചത്. ആ കാലത്ത് ഈ ഇൻ്റർവ്യൂവിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ജിൻസി എന്നോട് പറയുമായിരുന്നു, എത്ര ദയുള്ള മാതാവിൻ്റെ പ്രാർത്ഥന 3 പ്രാവശ്യം, അല്ലെങ്കിൽ നിത്യസഹായ മാതാവിൻ്റെ പ്രാർത്ഥന മറ്റൊരു പ്രാവശ്യം, അതിനോട് ബന്ധപ്പെട്ട 9 നന്മ വരെ എത്തിച്ച് തീരുമേക്കും നമ്മുടെ എന്ത് ബുദ്ധിമുട്ട് ചേട്ടന് വരുന്നതാണ് ഉണ്ടായാലും അത് എല്ലാ തരത്തിലും
പരിഹരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുമെന്ന് ജിൻസി എന്നോട് പറഞ്ഞതിൻ്റെ വിളിച്ചത്. ഞാൻ പല പ്രാവശ്യം പല സാഹചര്യങ്ങളും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒക്കെ ഈ പ്രാർത്ഥന എന്താ പറയുക എത്തിച്ചിരുന്നു. ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴും ഇതുപോലെ പ്രസൻറ്റേഷന് പോകുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ സ്റ്റേജിൽ കയറാം. അത് വലിയൊരു അനുഭവമാണ്, പുതിയൊരു അനുഭൂതിയാണ് അമ്മയായിട്ടുള്ള എന്താ പറയുക എൻ്റെ ഇൻറ്ററാക്ഷൻ. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സാറിൻ്റെ ഇടവകയാണ് ഇത്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട രൂപതയിലെ ഏറ്റവും പുതിയ ഇടവക, 134ാമത്തെ ഇടവകയാണിത്. സെൻറ്റ് ജോസഫ് ചർച്ച്, കാക്കുളശ്ശേരി. ഈ ഗ്രാമത്തിൻ്റെ വലിയൊരു പ്രത്യേകത, വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടുന്നവരും ഒപ്പം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണം ഓരോ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങളായി അനുഭവിക്കുന്നവരുമാണ് ഈ ഇടവക. അങ്ങനെ നീണ്ട നാളത്തെ വലിയ പ്രാർത്ഥനകളുടെയൊക്കെ പരിണത ഫലമായിട്ടാണ് ഇന്ന് ഈ ഇടവകയ്ക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപമുള്ള 2 പള്ളികളിലെ ഒരു പള്ളിയാണ് ഇത്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഫ്രാൻസിസ് സാറിൻ്റെ ഒരുക്കത്തിൻ്റെ ദിനങ്ങളിൽ ഈ ഇടവകയിൽ എല്ലാവരും കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടി ഓരോ കുടുംബങ്ങളിലും 7:30ക്കും 8 മണിക്കൊക്കെ മാധ്യസ്ഥം പ്രാർത്ഥന വലിയൊരു പരിണത ഫലമാണ് ഇടവകയ്ക്ക് ലഭിച്ച ഫ്രാൻസിസ് സാറിൻ്റെ ഗിന്നസ് റെക്കോർഡ്. താൻ സൗഖ്യപ്പെട്ടത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലമാണെന്ന് അനേകർക്ക് മുൻപിൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്ക് കിട്ടിയ വിക്കല്, കാരണം ഈ വിക്കൽ എന്ന് പറഞ്ഞ സാധനം എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും എൻ്റെ കൂടെ ജോലിക്കാരും കണ്ട് സാക്ഷികളാണ്. ഇതെനിക്ക് സൗഖ്യം കിട്ടിയത് ഈശോയിൽ നിന്നും പരിശുദ്ധ അമ്മ വഴിയാണ് എന്നുള്ളത് പറയാൻ ഞാൻ ഒട്ടും മടിച്ചിട്ടില്ല. കാരണം എനിക്ക് സന്തോഷമാണ്, കാരണം ഇത് തെളിവാണ്, ഇത് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ. കാരണം ഞാൻ നന്നായിട്ട് വിൽക്കുന്നത് എൻ്റെ ബന്ധുക്കൾ മാത്രമല്ല, അയൽവക്കാർ മാത്രമല്ല, എൻ്റെ ജോലി സ്ഥലത്തുള്ള എല്ലാവരും കണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് ജോലി സ്ഥലത്ത് എന്താ പറയുക ജോലി അനുഭവങ്ങളിൽ വ്യക്തികൾ കണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഞാൻ നേടിയത് എവിടെയും പറയണം. അപ്പോൾ എല്ലാ പള്ളിവേദികളിലും അമ്മ തന്ന ഈ അനുഗ്രഹം, ഈശോ തന്ന ഈ അനുഗ്രഹം, 38 വർഷക്കാലം ഉണ്ടായിരുന്ന വിക്കലിൻ്റെ ഈ ബലഹീനത പൂർണ്ണമായിട്ട് മാറിയതായിട്ട് ലോകത്തെ 15 മില്യൺ വിക്കന്മാർക്ക് കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രസൻറ്റേഷൻ ഞാൻ ഇപ്പോൾ ഏത് വേദികളിലും തുടങ്ങുന്നത്. എൻ്റെ മകൻ 142 മണിക്കൂർ ക്ലാസ് എടുക്കുമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു. പക്ഷേ മാർച്ച് 19 ഉറങ്ങണ ഔസേപ്പിതാവിൻ്റെ രൂപം ഞങ്ങളുടെ ഇടവകയിൽ വന്നപ്പോൾ അന്ന് തുടങ്ങി, ഇവൻ പറഞ്ഞ അന്ന് തുടങ്ങി ഔസേപ്പിതാവിനോടും മാതാവിൻ്റെ രൂപമുണ്ട്. അവിടെ ദിവസം വൈകുന്നേരം നേരത്തെ 6 മണിക്ക് കൊന്തയ്ക്ക് പോവുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി പേര് കൂടി മാതാവിൻ്റെ ജപമാല ചെല്ലും, മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചെല്ലും. അതെല്ലാം ചെല്ലുമ്പോൾ മാതാവിനോട് നല്ല പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഔസേപ്പിതാവിനോടും കണ്ണീര് വിട്ട് പറയുമായിരുന്നു, പ്രാർത്ഥിക്കല്ല, ഔസേപ്പിതാവ് ഈ കാര്യം നിറവേറ്റി തരണേ എന്ന് വെച്ചാൽ അത്ര ജനങ്ങളുടെ മുന്നിൽ ഇത് പരസ്യമായിട്ട് ഇവൻ ഇതിന് തിരിഞ്ഞപ്പോൾ ഇത് വിജയിച്ച് കിട്ടിയില്ലെങ്കിൽ ആകെ നാണം കെടുന്നുള്ള ഒറ്റ മനപ്രയാസം കൊണ്ട് മാതാവിനോട് അത്ര കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പിന്നെ മോന് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴും വീട്ടിലിരുന്ന് നിലവിളക്ക് കത്തിച്ച് വെച്ച് മാതാവിൻ്റെ അടുത്ത് നല്ലപോലെ മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവ് വിളി കേട്ടു. പ്രാർത്ഥനാനിരതരായ കുടുംബാംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. കൊന്ത ചെല്ലുന്നത് ഒറ്റയ്ക്ക് ചൊല്ലാൻ നമുക്ക് സാധിക്കും, പക്ഷെ കുടുംബം ഒന്നിച്ചിരുന്ന് കൊന്ത എത്തിക്കുന്ന ഒരു അനുഭവം വലിയൊരു അനുഭവം തന്നെയാണ്. കാരണം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ സൗഖ്യമായിട്ടും അനുഗ്രഹങ്ങൾ നമ്മൾ കിട്ടുന്നത് കുടുംബ പ്രാർത്ഥന ഒന്നിച്ചിരുന്ന് എത്തിക്കുമ്പോഴാണ്. അത് പരിശുദ്ധ അമ്മ ഞങ്ങളെ വ്യക്തിപരമായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ വീട്ടിൽ ഒരു
മണി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മണി അടിക്കുമ്പോൾ അമ്മച്ചിയോ അപ്പച്ചനോ മണി അടിക്കും. ഞങ്ങളെല്ലാവരും ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് കൂടണം, ഒരുമിച്ച് കൂടണം എന്നുള്ള എൻ്റെ ഒരു സിഗ്നലാണ്. അത് എനിക്ക് അമ്മ തോന്നിപ്പിച്ച് ഞാനത് വീട്ടിൽ ഇപ്പോൾ ഒരു മണി കെട്ടി വെച്ച് ഞങ്ങളത് ഒരു ചിട്ടയായിട്ട് പാലിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ആൻസർ കിട്ടുന്ന ഒരു എന്താ പറയുക അനുഭവമാണ്. ഇങ്ങനെയുള്ളൊരു റെക്കോർഡിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിനെ സഹായിച്ച കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായിട്ടുള്ള ഈ ഒരു വർഷകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മളുമായിട്ട് എപ്പോഴും പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളിൽ നമ്മുടെ അടുത്ത് വരികയും എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഇത്രയേറെ സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്ത് ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടൊക്കെ വളരെയധികം ഒരുങ്ങേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇനി ഒരു പ്രാർത്ഥനാ രീതി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ കഷ്ടപ്പാടുകൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പെട്ട ഒരു ദിനചര്യയിലൂടെ പോകുമ്പോഴും മാതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും മാതാവിൽ ആശ്രയിച്ച് അതിൻ്റെ അനുഗ്രഹം ഒരു പ്രത്യേക രീതിയിൽ വാങ്ങിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ കെമിക്കൽ എഞ്ചിനീയറിങ്ങും ആയുർവേദ ശാസ്ത്രം സമന്വയിച്ചിട്ടുള്ള ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഓഫ് ലേണിംഗ് എന്ന് പറയും എന്ന ഭാഗമായിട്ട് ഞാൻ കൊടുത്ത 150 മണിക്കൂർ ലെക്ചറിൽ, ഞാൻ ഒരുങ്ങിയ 150 മണിക്കൂർ ലെക്ചറിൽ ഒരു 80 മണിക്കൂറോളം ഭാഗം ക്യാൻസർ ചികിത്സയെക്കുറിച്ചും ആയുർവേദ ശാസ്ത്രം കെമിക്കൽ എഞ്ചിനീയറിങ്ങും ഉള്ള സമന്വയ ശാസ്ത്രത്തിൽ ഇതിനു വേണ്ടിയുള്ള പ്രോട്ടോടൈപ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ജർമ്മനി, ഡെൻമാർക്ക്, ബെൽജിയം പോലുള്ള രാഷ്ട്രങ്ങളെ ഞാൻ സമീപിച്ചു കഴിഞ്ഞു. ഇന്ന് വേണ്ടത് ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് എങ്ങനെ ചെയ്യും. കാരണം ഇന്ന് ഹീറ്റ് ബൈപാസിങ് എഫക്ട്സ് നമ്മൾ ഉണ്ടായാലേ നമുക്ക് ഈ ആൻറ്റി കാർസിനോജൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയുള്ള പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എനിക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പും ഫണ്ടിങ്ങിന് വേണ്ടി ഞാൻ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് സമീപിച്ചിട്ടുണ്ട്. ചിലവർ എന്നെ സഹായിക്കാൻ എനിക്ക് വേണ്ടി മുമ്പോട്ട് വന്നിട്ടുണ്ട്. അത് ആൻറ്റി ക്യാൻസർ മേഖലയിലുള്ള എൻ്റെ റിസർച്ച് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയും പ്രാർത്ഥന ഞാൻ ഇപ്പോഴും മാതാവിനോട് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തീർച്ചയായിട്ടും എനിക്കതിൽ വിജയം ഉണ്ടാവും. തൻ്റെ ആവശ്യങ്ങൾ നടത്തിത്തരുന്ന ഒരാൾ മാത്രമല്ല ഫ്രാൻസിസിന് പരിശുദ്ധ അമ്മ. പ്രതിസന്ധികൾക്ക് മുൻപിൽ നിസ്സഹായനായി നിൽക്കുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കുവാനുള്ള കൃപ കൂടി അമ്മ നേടിത്തരുന്നു. എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. ക്ലാസ്സിലായാലും ജോലി സ്ഥലത്തായാലും വ്യക്തികളായിട്ട് ഇടപെടുന്ന അവസരങ്ങളിലെല്ലാം വിക്കലുള്ളതുകൊണ്ട് ആരും എന്നെ കേട്ടു നിൽക്കാൻ സന്നദ്ധരല്ല. കാരണം എൻ്റെ പേര് പറയാൻ തന്നെ 4-5 സെക്കൻഡ് എടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിലും ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിലും എന്നെ കേട്ടു നിൽക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നെ തന്നെ ചെറുതാക്കുന്ന ഒരവസ്ഥ. ഇതിൻ്റെ ഭാഗമായിട്ട് പല ചികിത്സകളും ഞാൻ സ്വീകരിച്ചു. ഉറക്കെ പാട്ട് പാടുക, പല സുഹൃത്തുക്കളുടെ ഉപദേശം അനുസരിച്ച് വെള്ളാർക്കൽ ഉപയോഗിച്ച് 1-2 വയറ്റിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം അത് പോകണ്ടോ എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥ. ഹോമിയോ മരുന്ന് കഴിച്ചു, സ്ട്രാമോണി എന്ന് പറഞ്ഞിട്ട് 2-2.5 വർഷത്തോളം കാലം. വളരെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഭാര്യയെ ഞാൻ കാണാൻ ചെല്ലുമ്പോൾ, ജിൻസിയെ ഞാൻ ആദ്യമായിട്ട് കാണാൻ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ ഈ വിക്കൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ശ്രമം നടത്തി. ഞാൻ കുറച്ചേ സംസാരിച്ചുള്ളൂ. മാത്രമല്ല ചോദ്യത്തിന് മാത്രം ഞാൻ ആൻസർ കൊടുത്തു. ഇതെല്ലാം ചെയ്ത് കല്യാണം, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ട എഞ്ചിനീയറാണ്. അപ്പോൾ അവളുമായിട്ട് കല്യാണം ഉറച്ചു, കല്യാണം നടന്നു. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ വിക്കലിനെ കുറിച്ച് അവർ അറിയുന്നത്. ഒപ്പം തന്നെ പക്ഷേ ഡാഡിയെ പുള്ളിക്കാരത്തിയെ സമാധാനിപ്പിച്ചു. വിക്കല് ഉള്ള വ്യക്തികൾ വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് മോളെ, അതുകൊണ്ട് സാരമില്ല, വിക്കലുള്ളത് നിനക്ക് നീ അതുകൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടിയതിൻ്റെ ഭാഗം ജിൻസിക്കും എനിക്കും ഒരു അനുഭവമാണ്. ഞങ്ങൾ വളരെ സന്തോഷ വ്യക്തികളാണ്. ഈശോ എനിക്ക് സൗഖ്യം തന്നത് 38 വർഷത്തെ തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്ത പോലെ തന്നെ 38 വർഷക്കാലം എൻ്റെ തൊണ്ടയിലാണ് വിക്കലെന്നുണ്ടായിരുന്ന എന്ന കാര്യം കർത്താവ് മാറ്റി. തലയ്ക്കകത്തായിരുന്നു വിക്കല്, ചിന്തയിലാണ് വിക്കല് എന്നുള്ള കാര്യം
എന്നെ ശക്തമായി ബോധ്യപ്പെടുത്തി തന്ന വിക്കലുള്ള വ്യക്തികൾക്ക് ഇന്ന് ഞാനൊരു സാക്ഷിയാണ്. ഓ നിത്യസായ മാതാവിൻ്റെ പ്രാർത്ഥന ചെറുപ്പം മുതലേ ഞാൻ ചൊല്ലി ശീലിച്ചിരുന്നു. ഏതൊരു സന്ദർഭങ്ങളിലും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ഈ ഓ നിത്യസായ മാതാവിൻ്റെ ജപം ചൊല്ലി 9 നന്മ നിറഞ്ഞ മറയും ചൊല്ലി തീരുമ്പോഴേക്കും മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം ബലഹീനതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ശക്തമായിട്ട് ബോധ്യമായി. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാവിനോട് ചേർന്ന് നമുക്കും ആ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഓ നിത്യസഹായ മാതാവേ, നിർഭാഗ്യ പാപിയായ ഞാൻ അമ്മയുടെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങിൽ ശരണപ്പെടുന്നു. ഓ കാരുണ്യത്തിൻ്റെ അമ്മേ, എന്നിൽ കനിയണമേ. പാപികളുടെ ആശ്രയവും ശരണവുമേ എന്ന് സർവരും അമ്മയെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ അങ്ങൻ്റെ ആശ്രയവും ശരണവുമായിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് അങ്ങനെ സഹായിക്കണമേ. നിർഭാഗ്യയായ ഈ പാപിയുടെ നേരെ അങ്ങേ തൃക്കരം നീട്ടണമേ. ഇതാ ഞാൻ എന്നെ അങ്ങേയ്ക്കായി സമർപ്പിക്കുകയും അങ്ങേ നിത്യദാസിയായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അങ്ങിൽ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. അങ്ങയിലുള്ള എൻ്റെ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ അച്ചാരമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങിൽ ആശ്രയിക്കാത്തതിനാൽ എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ഹാ കഷ്ടമേ, പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. അങ്ങേ സഹായത്താൽ ഞാൻ വിജയിക്കുമെന്നും അങ്ങയോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീഴുവാനുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അങ്ങേ സഹായം തേടുന്നതിൽ ഒരുപക്ഷെ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്നും അങ്ങനെ എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയേക്കുമെന്നും ഭയപ്പെടുന്നു. അതിനാൽ എൻ്റെ അമ്മേ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ അങ്ങിലെപ്പോഴും ആശ്രയിച്ചുകൊണ്ട്, ഓ മറിയമേ, നിത്യസഹായ മാതാവേ, എൻ്റെ ദൈവം എനിക്കൊരിക്കലും നഷ്ടപ്പെടുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നരുളേണമേ. ഈ അനുഗ്രഹത്തിനായി എൻ്റെ സർവ്വ കഴിവുകളോടും കൂടി അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ.